കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നെല്ലിക്ക വെച്ച് നല്ലൊരു അച്ചാർ നമുക്ക് തയ്യാറാക്കാം. അതിനായി നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കൂട്ടാം. ഇനി നമുക്കതൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് സ്റ്റീം ആവട്ടെ. ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തണിയണം കേട്ടോ, എന്നാലേ നമുക്കത് അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി അച്ചാറിലേക്കുള്ള ചേരുവകൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകുമാണ് കേട്ടോ. എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോഴേക്കും നെല്ലിക്ക തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഓരോന്നും പൊട്ടി വന്ന് നിൽക്കണത്. നമുക്ക് കത്തിയൊന്നും വേണ്ട, കൈ വെച്ച് തന്നെ ഇതേപോലെ അടർത്തിയെടുക്കാം കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ കട്ട് ചെയ്യാം. എന്താ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഉലുവയും കായം വിനാഗിരി നല്ലെണ്ണ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. പൊട്ടിക്കഴിയട്ടെ കേട്ടോ. കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. കൂടുതലൊന്നും വഴലണ്ട കേട്ടോ. നമ്മൾ കഴുകിയപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിപ്പോണം, പച്ചമണം ഒന്ന് മാറണം, അത്രയേ വേണ്ടുള്ളൂ. കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം എരിവ് വേണമല്ലോ, മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. സിമ്മിലിടണേ, കരിക്കൊന്നും ചെയ്യല്ലേ കേട്ടോ. പൊടി പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് അച്ചാറിൻ്റെ ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന വെള്ളമല്ലേ, അതാണ് കേട്ടോ. അത് തണിഞ്ഞതാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഉപ്പ് പാകമുണ്ടോയെന്നൊക്കെ ഇപ്പോൾ നോക്കാം. ഇനി നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി കേട്ടോ. സിന്തറ്റിക് വിനാഗിരിയാണ്. ഞാനതിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് അത്ര പുളിയില്ല, വലിയ നെല്ലിക്കയാണല്ലോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അന്ന് തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.